ഫ്രണ്ട്, പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങള് ക്രാഫ്റ്റ് വീഡിയോ ഇടാൻ പോകുന്നത്. ക്രാഫ്റ്റ് വീഡിയോസ് അങ്ങനെ ചെയ്യാറില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ക്രാഫ്റ്റ് ചെയ്യാനില്ല എന്നല്ല, ഞാൻ കുറേ സാധനങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ചിലതുണ്ടാക്കും, ചിലത് ഓൾഡ് ആകുമ്പോൾ ഞാൻ കാട്ടിക്കളയും, പുതിയതുണ്ടാക്കും, അങ്ങനെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ വിചാരിച്ചു ഇതെന്താണ് വീഡിയോയിൽ ഇട്ടാലോ. അപ്പോൾ എല്ലാവർക്കും ആർട്ടിസ്റ്റ് ആവണമെന്ന് ആലോചിക്കുന്ന എല്ലാവർക്കും ഇതൊരു ഹെൽപ്പ് ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ ടോയ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേന്ന് കാണിക്കാം. ഈ ടോയ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത് 2 പേപ്പർ മാത്രമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ട്രയാങ്കിളർ ആയിട്ട് മടക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ എയിം എന്താണെന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ ഉണ്ടാക്കാന്നാണ് കേട്ടോ. സ്ക്വയർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാം ഭയങ്കര ഈസി ആയിരിക്കും. അത് നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ട് ബാക്കിലും ഇങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണമെന്നില്ല, കാരണം ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇത് ചെറിയൊരു ലൈൻ ആക്കണം, അപ്പം എനിക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഇനി ഇതെന്തായാലും കട്ട് ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് കീറാം കേട്ടോ, കാരണം അതാണ് എനിക്ക് ഈസി. അപ്പോൾ ഇത് ഇനി സ്ക്വയർ ഉണ്ടാക്കി നമുക്ക് ഇത് ഈ 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ കട്ട് ചെയ്യണ്ട, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മടക്കണം. അപ്പോൾ നമ്മൾ ഒരു ഭാഗം നമ്മളിങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി നെക്സ്റ്റ് ഭാഗം കൂടി ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് 4 ഈക്വൽ പാർട്സ് ആയിട്ട് കിട്ടും. ഇനി ഈ 4 പാർട്സും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾ പതുക്കെ കട്ട് ചെയ്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. ഇതുപോലെ നമുക്ക് 8 പാർട്സ് വേണം. നമുക്ക് 2 പേപ്പർ വേണം. ഇപ്പം നമ്മൾ ഒരെണ്ണമാണ് ചെയ്തേക്കുന്നത്. മറ്റേ പേപ്പറും കൂടി ഇങ്ങനെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 8 പാർട്സ് കിട്ടും. അപ്പോൾ ഇത് നമ്മൾ ഇനി ഓരോ സ്ക്വയർ ഇങ്ങനെ മടക്കണം. അത് കഴിഞ്ഞ് നമുക്ക് സെയിം ആയിട്ട് ഡയഗണലായിട്ട് വീണ്ടും മടക്കണം. നമുക്കിത് ഓപ്പൺ ചെയ്തെടുത്ത് ഈ നടുക്കത്തേക്ക് ഓരോ സൈഡ്സ് നമുക്ക് ഇങ്ങനെ മടക്കി വെച്ചോളണം. ഓരോ സൈഡും ഇങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ സൈഡും വീണ്ടും അൺഫോൾഡ് ചെയ്ത് ഈ ഒരു ലൈനിലേക്ക് നമുക്ക് ഈ ടിപ്പ് ഫോൾഡ് ചെയ്ത് വെക്കാം. അത് ഇത് നമുക്ക് വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കണം. ഇതുപോലെ നമുക്ക് എല്ലാ സൈഡ്സും ചെയ്യണം. ഞാനിത് കുറച്ച് ഫാസ്റ്റിലാണ് ചെയ്യുന്നത് എല്ലാം. അപ്പോൾ ഇതെല്ലാം നമ്മൾ മടക്കി ഇനി നേരെ ഫ്ലിപ്പ് ചെയ്ത് നമ്മൾ സെയിം ചെയ്ത മാതിരി ഇത് ഇനി നടുക്കിലേക്ക് എല്ലാം ചെയ്യണം. ഇത് നല്ലൊരു ഫൺ ആക്ടിവിറ്റിയാണ് കേട്ടോ. കളിക്കാനും ഇത് വെച്ചിട്ട് നല്ല രസമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി ഓരോ സൈഡ്സ് നമ്മൾ ഇങ്ങനെ എടുത്ത് മടക്കണം. അതിന് വീണ്ടും ഇങ്ങനെ ചെയ്യും. അതിന് ഇത് മടക്കണം, ഇത് വീണ്ടും ചെയ്യും. അപ്പോൾ എല്ലാ സൈഡ്സും നമുക്കൊരു ബെൻഡിങ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സൈഡ് നമ്മൾ മടക്കി ഇത് നേരെ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്ത് മടക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു വി ഷേപ്പ് മാറ്റി കിട്ടും. അപ്പോൾ ഇനി ഇതുമാതിരി നമുക്ക് ഇതെല്ലാം ചെയ്യാം. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് പീസ് എടുത്തിട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മളിങ്ങനെ ഓപ്പൺ ആക്കി വെക്കണം. നമുക്ക് ഇനി സെക്കൻഡ് 1 എടുത്തിട്ട് ഇത് ചെയ്ത മാതിരി തന്നെ ഓപ്പൺ ചെയ്ത് വെക്കണം. അതിന് ഈ ഫസ്റ്റ് 1 നമുക്ക് കൈ പിടിച്ചിട്ട് സെക്കൻഡ് 1 ഈ ഫസ്റ്റ് 1ൻ്റെ ഉള്ളിലേക്ക് നമുക്കിങ്ങനെ വെക്കണം. അതിന് ഇത് വെച്ച് നമുക്ക് 2 എണ്ണം കൂടി ഇങ്ങനെ സെക്യൂർ ചെയ്യണം. അതിന് ഇവിടെ നമ്മൾ പിടിച്ചിട്ട് മടക്കണം. ഇവിടെ ഒരു ലൈൻ ഉണ്ട്, ഈ ലൈൻ നമുക്ക് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ചെയ്ത് ഇതിങ്ങനെ മടക്കണം. അപ്പോൾ ഇതിവിടെ ഹാർഡായിട്ട് ഇരുന്നു പോകും.
ടോയ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാവുന്ന ഒരു ടോയ് ആണ് കേട്ടോ. നല്ല രസമാണ് ഇത് വെച്ച് കളിച്ചുകൊണ്ടിരിക്കാൻ. നിങ്ങൾക്ക് ഇത് ഡിഫറെൻറ്റ് കളർ പേപ്പറൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അത് മോർ അട്രാക്റ്റീവ് ആയിരിക്കും. ഞാനിപ്പോൾ വെറുതെ വൈറ്റ് പേപ്പർ പ്ലെയിൻ പേപ്പറിൽ ജസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അങ്ങനെ ഗൈസ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ ക്രാഫ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് പറയണം. എന്നാൽ ശരി, ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.